ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പം കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണിച്ചു തരാം. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്നത് ഇത് 1 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നെറ്റ് 4 ആണ്. ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയൊരു ഫ്രില്ല്, ഒരു 2 ഇഞ്ചിന്റെ ഒരു ഫ്രില്ലും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈക്കും നമുക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ 4 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 മീറ്റർ ആണ്. ലൈനിങ് ക്രേപ്പ് 3 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു കട്ടിങ് ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് യോക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ക്രേപ്പാണ്. ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്യാം. അതിന്റെ യോക്ക് പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഞാൻ ഫസ്റ്റ് യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവൊന്ന് പറഞ്ഞുതരാം. ചെസ്റ്റ് ഒരു തന്നിട്ടുള്ളത് 31 ആണ്. അപ്പൊ അതിന്റെ കൂടെ /4 ചെയ്തിട്ട് പ്ലസ് 1.5 സീം അലവൻസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് 9.4 വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു ½ ഇഞ്ച് ലൂസും കൂടി ഇടുന്നുണ്ട്. അപ്പം 9.25 വരുന്നത്. അപ്പൊ ഞാനിത് റൗണ്ട് ചെയ്തിട്ട് 11 എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട് ബാക്കില്. പിന്നെ കുറച്ച് ലൂസായിട്ട് എടുക്കാറ്, ഉള്ളിലും സ്റ്റിച്ച് ചെയ്യാൻ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ 11 എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ലൈനിങ് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വലിപ്പം വരുന്നത് 11.5 വരുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് യോക്കിന്റെ മെഷർമെന്റ് എടുക്കാം. ഞാൻ യോക്കിനുള്ള ലൈനിങ് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു സംഭവം നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് വെട്ടുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് വെട്ടാം. ഇതിന് സ്ക്വയർ നെക്കാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ യോക്കിന്റെ ലെങ്ത് ഫസ്റ്റ് നമുക്കുള്ളത് 14 ആണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസും കൂടി കൂട്ടി ഫുള്ള് 15 ഇവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഒരു ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. 1/2 ഇഞ്ച് ഇവിടെ നമ്മുടെ ബോട്ടം പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനും പിന്നെ ഇവിടെ 1/2 നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് നമുക്കിപ്പോൾ ഷോൾഡർ എടുക്കാം. ഇവിടെ 6.5 ആണ് എടുക്കുന്നത്. എനിക്കൊക്കെ ആകുമ്പോൾ ഒരു 6 എടുക്കുന്നത്. ഇതിന് നമുക്ക് 6.5 ആണ്. താഴത്തേക്കും 6.5 തന്നെയാണ് എടുക്കുന്നത്. ചെസ്റ്റ് വരുന്നത് 31 ആണ്. അതിൻ്റെ കൂടെ /4 ചെയ്യാം. എന്നിട്ട് നമുക്ക് സീം അലവൻസ് ആയിട്ട് 1.5 ഇടുക. പിന്നെ ഒരു 1/2 നമുക്ക് ലൂസിനും കൂടി ആഡ് ചെയ്യാം. അപ്പം ഫുള്ള് 9.25 വരുന്നത്. 9.25 എന്നുള്ളത് നമുക്ക് 10 ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്ലോപ്പ് കർവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഹാഫ്. ഇനി നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് എടുക്കാം. ഇത് സ്ക്വയർ നെക്കാണ് വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് സാധാരണ നമ്മൾ 2.25 ആണ് എടുക്കുക. അപ്പൊ ഇതിലും 2.25 എടുക്കുന്നുണ്ട്. ബാക്കിൽ പിന്നെ ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട്. അപ്പൊ ബാക്ക് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നെക്കിന്റെ ലെങ്ത് എടുക്കുന്നത് 5.5 ആണ്. അപ്പൊ 5.25 നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ 5.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്വയർ നെക്കാണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ ഫുള്ള് വരച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത് യോക്കിന്റെ ഫുൾ ലെങ്ത് വരുന്നത് 15. പിന്നെ ബാക്കി ഇത് ഇവിടുത്തെ വിട്ട് ഇവിടെ ഒരു 10 എടുക്കാം. ഇതിനി കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്ത് ഇതിന്റെ മേളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കാൻ. ഇതവിടെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ബാക്കി ഇങ്ങനെ വെച്ച് നമുക്കിത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിവിടെ 1/2 ഇഞ്ചാണുള്ളത്. അവിടെ ഫുള്ള് ഇത് ഫുള്ള് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇനി നമുക്ക് ഇവിടെ നെക്ക്
ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ 2.25 ഇഞ്ച് നമ്മളിവിടെ വിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 ഇഞ്ച് കൂട്ടാണ്ടാണ് കേട്ടോ നമ്മൾ ഈ 2.25 എടുക്കേണ്ടത്, അല്ലാതെ ഇത് ഫുള്ളായിട്ട് എടുക്കണ്ട. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ 2.25 ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് ഫ്രണ്ടും ബാക്കും നെക്ക് ഒരേ ഇതാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച്. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് മാറ്റിയിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നെക്ക് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്താൽ മതി. ഇതിന്റെ ലെങ്ത് വരുന്നത് 5.5 എടുക്കുന്നത്. നമ്മളിത് ബാക്കിലേക്ക് സെപ്പറേറ്റാണ് വെട്ടുന്നതെങ്കിൽ നമ്മൾ ഈ 1/2 ഇഞ്ച് കൂട്ടാണ്ട് വേണം നമ്മുടെ കഴുത്ത് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ കഴുത്ത് വലുതായി പോകും. ഇങ്ങനെ തന്നെ എടുക്കണം. ഈ ഒരു അര നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതാണ്, അല്ലാതെ നമ്മൾ ഇവിടെ 2.25 എടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമന്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മളിത് സ്ക്വയർ നെക്കാണ് ബാക്കും ഫ്രണ്ടും. അപ്പൊ ഇത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. നെക്കും സെയിം നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. ഇത് മേലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നെറ്റ് നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇത് വെച്ചിട്ട് പിന്നൂത്തിയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ ബോട്ടം പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഞാൻ ബാക്കി ലൈനിങ് ഫുള്ള് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഫുൾ ലെങ്ത് അവർ തന്നിട്ടുള്ളത് 38 അപ്പൊ ഞാൻ കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട്, 42 എടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പം ഞാൻ മൊത്തം 42 എടുക്കുന്നുണ്ട്. അപ്പം കാണിച്ചു തരാം. അപ്പം 42 ലെങ്ത് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ചിന്റെ ഒരു ചെറിയൊരു ഫ്രില്ല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ചിന്റെ ഒരു ഫ്രില്ല്. അപ്പൊ നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് നമുക്ക് ഇതിന് മാറ്റാം. 2 മൈനസ് ചെയ്തിട്ട് 40 വരുന്നത്. ഇതിൽ നമ്മൾ യോക്ക് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിന് മൈനസ് ചെയ്യണം. 14 മൈനസ് ചെയ്യണം. അപ്പൊ ഈ വരുന്ന 26 നമ്മുടെ ലെങ്ത്. ഇതിന്റെ കൂടെ നമ്മൾ സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ച് കൂട്ടുന്നുണ്ട്. മേളില് നമ്മുടെ യോക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും പിന്നെ നമ്മുടെ താഴെ നമ്മൾ മടക്കി അടിക്കുന്നുണ്ടല്ലോ അതിന് വേണ്ടി 1 ഇഞ്ച്. അപ്പം മൊത്തം 1.5 ഇഞ്ച് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 27 നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇനി 27 കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരും. ഇത് 38, ഇത് 42 ലെങ്ത് ഉള്ള ഇതിന്റെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് 27 മാർക്ക് ചെയ്യാം. അപ്പൊ 27 ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിന് 2 ആക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള രീതിയിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് 2 ആക്കി കൊടുക്കാം. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. നെറ്റും അപ്പൊ നമ്മൾ ഇനി നെറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ മെഷർമെന്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിന് ഫസ്റ്റ് യോക്ക് മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന 26 26 നമ്മൾ ലൈനിങ് കട്ട് ചെയ്തപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ 1 ഇഞ്ച് ഇടുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ താഴെ മടക്കി അടിക്കുന്നില്ല, അവിടെ ഒരു ഫ്രില്ല് വെക്കാനുള്ള ഒരു 1/2 ഇഞ്ച് പോകും. അതിന്റെ 1/2 ഇഞ്ചും പിന്നെ നമ്മൾ നമ്മുടെ യോക്ക് കട്ട് ചെയ്തിട്ട് ആ അടിക്കുന്ന ഒരു 1/2 ഇഞ്ചും കൂടി വെച്ചിട്ട് മൊത്തം 1 ഇഞ്ച് മാത്രം സീം അലവൻസ് ഇട്ടാൽ മതി. അപ്പൊ മൊത്തം 26 എന്നുള്ളതിന്റെ കൂടെ 27 എടുത്താൽ മാത്രം മതി, 27 എടുക്കണ്ട. അപ്പൊ ഇത് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു നെറ്റിന്റെ ലെങ്ത് വരുന്നത് 43.5 വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം കൊണ്ടാണ് കൈക്ക് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന തുണിക്ക് ലെങ്ത് ഇല്ലെങ്കിൽ ആദ്യം കൈക്കുള്ളത് മാറ്റിയിട്ട് വേണം ഇതിന് കട്ട് ചെയ്യാൻ. അപ്പൊ ഇതിന് നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് 27 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്നതാണ് നമ്മൾ സ്ലീവിന് എടുക്കുന്നത്. അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് സ്ലീവ് എടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് രണ്ടാക്കുകയും ചെയ്യണം. നമ്മൾ ലൈനിങ് ആക്കിയ പോലെ തന്നെ ഇവിടെ ഒന്ന് 2 ആക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സ്ലീവിന് വേണ്ടി ഇവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന എത്രയാന്ന് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെ ഞോറിയായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം ഇതിന് ഞാൻ മൊത്തം എടുക്കുന്നത് ഒരു സ്ലീവിന് 40 വിട്ടെടുക്കുന്നത്.
ഫുള്ള് ഫ്രില്ല് ഇട്ട് കൊടുക്കാൻ വേണ്ടി നല്ല ലെങ്ത്തിൽ കിടക്കാൻ വേണ്ടി നല്ല വിട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഞൊറി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ 40 എടുക്കുന്നുണ്ട്. ഒരു കൈക്ക് 40. അപ്പം ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തുണിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ 20 എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സ്ലീവ് ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്കും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ മൊത്തം 20 ഇഞ്ചുള്ള തുണി ഞാൻ കട്ട് ചെയ്തിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അറ്റത്തുനിന്ന് ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് കൊടുത്തിട്ട് ചെറിയൊരു സ്ലോപ്പ് പോലെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് ഫുൾ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. താഴെയും നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു കട്ടിങ് കൊടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഇവിടെ ഞാനൊരു 15 ആക്കി കുറച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാന്ന് തോന്നുന്നു ഇത് കട്ട് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കൈന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുക്കുന്നുണ്ടല്ലോ, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇത്രയും ഒരു 3 ഇഞ്ച് നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം സീം അലവൻസും കൂടി 4 ഇഞ്ച് നെറ്റും ഈ ഒരു നെറ്റും പിന്നെ ഈ ഒരു ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു വണ്ണം, അല്ലെങ്കിൽ ലൂസ് ഇട്ടിട്ട് ഏകദേശം ഒരു 10 എടുക്കാം. നമുക്ക് 10 or 11 എടുക്കാം. അപ്പൊ അതൊന്ന് രണ്ടിനും കട്ട് ചെയ്യുന്നുണ്ട്. മതി കട്ട് ചെയ്യും. പിന്നെ ഞാൻ ബാക്കിൽ കെട്ടാനുള്ള 2 വള്ളിക്കും കൂടി ഇതിന് ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ. ഇനി ഇതാ ഞാനിവിടെ നമ്മുടെ കൈക്ക് വേണ്ടിയിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഗൈസ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് നെക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്രണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് മെറ്റീരിയലിന് 2 വശവും നല്ല വശവും അകത്തേക്ക് വെച്ചിട്ട് പിന്നെ കുത്തി കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. നെക്കിൻ്റെ ചുറ്റും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് ആദ്യം ഈ സ്ക്വയർ ആയിട്ട് നമുക്കൊന്ന് പിന്നെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ള് പിന്നെ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അറ്റത്തൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. നെക്കും പിന്നെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിതിവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ 2 സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റും ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് മാറ്റി വെക്കാം. ബാക്കിലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇൻവിസിബിൾ സിബാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ബാക്ക് ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിടാം. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ നെക്കും ഷോൾഡറൊക്കെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് അതിലൊരു പിന്ന് കുത്തി വെച്ചിട്ട് നമുക്ക് അവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് മുതൽ ആ ഒരു യോക്കിൻ്റെ താഴ്ഭാഗം വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുള്ളൊന്ന് നന്നായിട്ട് കുത്തി വെച്ചിട്ട് ചെയ്താൽ മതി. കറക്റ്റ് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു യോക്കിൽ മാത്രം വരുന്ന ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ താഴേക്ക് നമ്മുടെ ആ ഒരു നെറ്റും കൂടി കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം ഞാൻ അതല്ല, യോക്കിൽ മാത്രം നിൽക്കുന്ന രീതിയിലാണ് സിബ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മറ്റേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ബോട്ടം പാർട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ യോക്കിൽ മാത്രം വെക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സിബിൻ്റെ ഓപ്പൺ ഭാഗം ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഫസ്റ്റ് അതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഇപ്പുറത്തേക്ക് തിരിച്ചു വെക്കണം. അതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ, അതായത് നമ്മുടെ സിബ് നോർമലായിട്ട് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റീരിയലിലേക്ക് വെക്കേണ്ടത്. ഞാനിത് ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് താഴെ വരെ പിന്നു കുത്തി കൊടുക്കണം. 2 വശവും സെയിം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ 2 ഭാഗവും താഴെ വരെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്ന് പിന്നു കുത്തി കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു സിബിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ നമ്മൾ ഇതിനകത്ത് കൊളുത്തൊന്നും വെക്കേണ്ട. നമ്മൾ ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ട് ഊരിയൊന്നും പോയില്ല. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് സിബ് നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ പിന്നെല്ലാം കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സിബ് ഇട്ട് നോക്കാം. അപ്പം കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം, തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അഴിക്കേണ്ടി വരും. അപ്പം അതൊന്ന് കുത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിബ് ഇട്ട് നോക്കുക. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻവിസിബിൾ സിബൊക്കെ വെക്കുന്ന ഫൂട്ടാണ്.
നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് സൂചി ഇറങ്ങുന്ന രീതിയിലുള്ള ഫൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ളതും കിട്ടും. അപ്പോൾ അത് ഓരോരുത്തരുടെ വശം അനുസരിച്ചാണ് തോന്നുന്നു ചെയ്യുന്നത്. എന്തായാലും ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫൂട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ മെഷീൻ ആണെങ്കിലും ഈ ഒരു ഫൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അപ്പം എൻ്റെ ഈ മെഷീന് വേണ്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഒരു സ്ക്രൂ അവിടെ അഴിച്ചിട്ട് പിന്നെ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫൂട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സിബിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് ആ ഒരു അറ്റത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നെക്കിൻ്റെ അവിടെ മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സിബിൻ്റെ സംഭവം നന്നായിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തു കൂടി എത്ര മാക്സിമം പറ്റുമോ നമ്മുടെ സൂചി ആ ഒരു സിബിൽ കയറരുത്, പക്ഷേ അതിൻ്റെ ഏറ്റവും അറ്റത്തു കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം. ഇതാ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഏറ്റവും അറ്റത്തു കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ആ യോക്കിൻ്റെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് നിർത്തണം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് നെക്ക് മുതൽ താഴെ വരെ അടിക്കുന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അടിക്കുന്ന സമയത്ത് താഴെ നിന്ന് മേളിലേക്കാണ് അടിക്കുന്നത്. അല്ലാതെ മേളിൽ നിന്ന് തന്നെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫൂട്ട് യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കുള്ളത്. ഞാൻ എന്തായാലും ഒരു ഫൂട്ട് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കതാണ് എളുപ്പം. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ ഓരോന്ന് കൈകൊണ്ട് മാറ്റി മാറ്റി വേണം സ്റ്റിച്ച് ചെയ്യാൻ. സൂചി ആ ഒരു സിബിൽ കയറരുത്. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ സൂചി പൊട്ടും, അല്ലെങ്കിൽ നമ്മളത് അഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് കയറാതെ മാക്സിമം അറ്റത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി അവിടെ ഇട്ട് കൊടുക്കാം, കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാനിത് പഠിച്ച സമയത്ത് ആദ്യം കുറച്ച് ഇപ്പുറം കൂടെ ഫസ്റ്റ് ഇടുമായിരുന്നു. എന്നിട്ട് ഞാൻ സിബ് ഇട്ട് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി നീക്കിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ആവുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ എക്സ്ട്രാ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചില സമയങ്ങളിൽ തുന്നി കൊടുക്കാറുണ്ട്, ചില സമയം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ആ ഒരു എക്സസ് നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇൻവിസിബിൾ സിബെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് 2 ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്ത് നീണ്ടു നിൽക്കുന്ന ആ ഒരു സിബ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് അവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 നെറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നോർമൽ പ്ലീറ്റ്സ് അല്ല, നമ്മൾ സ്റ്റിച്ച് വലുതാക്കി കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുമല്ലോ, ആ രീതിയിലാണ് ചെയ്യുന്നത്. താഴെയും മേളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ഒരു 5ലൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് കെട്ടിട്ട് കൊടുത്തിട്ട് മേളിൽ മുതൽ ആ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് എക്സ്ട്രാ നൂലിട്ടിട്ടാണ് അവിടെ വിടുന്നത്. എന്നിട്ട് നമ്മൾ ഒരു നൂലിൽ പിടിച്ച് വലിച്ചിട്ട് മെറ്റീരിയൽ ചുരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് പോലെ കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചുരുങ്ങി വരും. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കാം. പിന്നെ താഴെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ ചെറിയൊരു കട്ടിങ് പോലെ കൊടുക്കുന്നുണ്ടല്ലോ ഈ മേളിൽ ആ ഒരു നെറ്റ് തന്നെ വെച്ചിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ്ങും പിന്നെ ആ നെറ്റിൻ്റെ ആ ഒരു പീസും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു വലുപ്പത്തിലേക്ക് നമ്മുടെ ആ സ്ലീവിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ആ ഒരു കട്ടിങ്ങിൻ്റെ നെറ്റും ലൈനിങ് കൂടി ഒന്ന് ചുറ്റും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു അറ്റം മുതൽ നെറ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഫുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ആ ഒരു എക്സസ് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ വശത്തേക്ക്, അതായത് നമ്മുടെ ഈ ഒരു കട്ടിങ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് വേണം അവിടെ ഒരു പതിച്ചടിച്ചു കൊടുക്കാൻ. ഇതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറം ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആ ഒരു എക്സസ് ഒന്നും നമുക്ക് പുറത്തേക്ക് കാണാതിരിക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുന്നതും കൂടി ഉണ്ട്. 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 സ്ലീവ് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഈ ഒരു നെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരറ്റം മുതൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നമ്മളപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ എല്ലാം പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ഈ ഒരു ലൈനിങ്ങും നെറ്റും നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇവിടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ബാക്കും ഫ്രണ്ടും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരയിൽ കെട്ടാൻ വേണ്ടി 2 വള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് അടിച്ചെടുക്കാം. അതെങ്ങനെ അടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് വള്ളി തയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം അടിക്കുക, എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കുത്തിത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡർ അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതവിടെ സ്ലീവ് മുതൽ നമ്മുടെ ഒരു യോക്കിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വള്ളിയും അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ താഴേക്ക് എന്ന് പറയുന്ന ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് 1.5 ഇഞ്ചിലേക്കൊക്കെയാണ് താഴേക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ സ്ലീവൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ നിർത്തിയിട്ടുള്ള ഭാഗത്ത് നിന്ന് ആ ലൈനിങ് ആദ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ നെറ്റ് ഫസ്റ്റ് ഈ ഒരു മേള് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം മേളിൽ മുതൽ ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് ആണ് അടിക്കേണ്ടത്, ലൈനിങ് മാറ്റി വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് മുന്നിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ ക്ലോത്ത് അകത്തേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ആ മേള് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 2 ഭാഗവും ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് താഴെ കൂടി ഒരു ചെറിയ ഫ്രില്ല് കൊടുക്കാനുണ്ട്, അത് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2 ഇഞ്ച് നിൽക്കുന്ന രീതിയിൽ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയൊന്നും മടക്കി അടിക്കേണ്ട. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 2.5 ഇഞ്ചിൽ കുറച്ച് പീസുകൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നോർമലായിട്ട് ഇട്ട് കൊടുക്കുന്ന പോലെ ചെയ്യുവാണ്. എന്നിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ഏറ്റവും അറ്റത്ത് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ അടിയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ലുക്കുള്ളത്. അപ്പോൾ ഇതാ സ്ലീവൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, അംബർല സ്ലീവാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട്, താഴെ ഇതാ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയെല്ലാം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.